everyone. Welcome to Bosco Campus Vision. I am Lakshmi V.S., Assistant Professor, Department of Commerce, Don Bosco College, Kottayam. This is the 61st lecture on Recovery and Refund of Income Tax, which is a subject for Semester 3 students of BCom Tax Procedures and Practices. In previous lecture, we were discussing about advance payment of tax. And in this lecture, we are going to continue with the same topic, that is advance payment of tax. അഡ്വാൻസ് പേയ്മെൻറ്റ് ഓഫ് ടാക്സിൽ നമ്മൾ കഴിഞ്ഞ ലെക്ചറിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ഇൻസ്റ്റാൾമെൻറ്റ്സ് ഓഫ് അഡ്വാൻസ് ടാക്സ് ആൻഡ് ഡ്യൂ ഡേറ്റ്സ് ആയിരുന്നു. ആൻഡ് ഇൻ ദിസ് ലെക്ചർ നമ്മൾ അഡ്വാൻസ് പേയ്മെൻറ്റ് ഓഫ് ടാക്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അസസി ഡീംഡ് ടു ബി ഇൻ ഡിഫോൾട്ട്, ക്രെഡിറ്റ് ഫോർ അഡ്വാൻസ് ടാക്സ് ആൻഡ് ഇൻട്രസ്റ്റ് ഫോർ ഡിഫോൾട്ട് ഇൻ പേയ്മെൻറ്റ് ഓഫ് അഡ്വാൻസ് ടാക്സ് എന്നിവയാണ്. Assessee deemed to be in default, which comes under section 218 of Income Tax Act 1961. An assessee is deemed to be in default in the following situations. നമുക്ക് നോക്കാം, what are the situations under which an assessee is deemed to be in default. First one is when the assessee fails to pay on the due date specified in section 211 any installment of advance tax that he is required to pay by an order of the assessing officer. അതായത് അസസിംഗ് ഓഫീസർ ഇഷ്യൂ ചെയ്യുന്ന ഓർഡറിൻ്റെ ഭാഗമായി അസസി പേ ചെയ്യാൻ റിക്വയർഡ് ആകുന്ന അഡ്വാൻസ് ടാക്സിൻ്റെ ഏതെങ്കിലും ഇൻസ്റ്റാൾമെൻറ്റ് സെക്ഷൻ 211 സ്പെസിഫൈ ചെയ്തിരിക്കുന്ന ഡ്യൂ ഡേറ്റിന് അസസി പേ ചെയ്യുന്നില്ല. ദ അസസി ഫെയിൽസ് ടു പേ ഓൺ ദ ഡ്യൂ ഡേറ്റ്, ദെൻ ദ അസസി ഈസ് ഡീംഡ് ടു ബി ഇൻ ഡീഫോൾട്ട്. ഓക്കെ, അസസിംഗ് ഓഫീസർ ഇഷ്യൂ ചെയ്യുന്ന ഓർഡറിൻ്റെ ഭാഗമായി അഡ്വാൻസ് ടാക്സിൻ്റെ പേയ്മെൻറ്റ് നടത്തുന്ന കേസ് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അസസിംഗ് ഓഫീസർ ഇഷ്യൂ ചെയ്യുന്ന ഓർഡറിൻ്റെ ഭാഗമായിട്ട് ഒരു അസസി പേയ്മെൻറ്റ് നടത്തേണ്ട അഡ്വാൻസ് ടാക്സിൻ്റെ ഏതെങ്കിലും ഇൻസ്റ്റാൾമെൻറ്റ്, ആൻഡ് ഈ പേയ്മെൻറ്റ് നടത്തേണ്ടത് സെക്ഷൻ 211 സ്പെസിഫൈ ചെയ്തിരിക്കുന്ന ഡ്യൂ ഡേറ്റിനാണ്. സെക്ഷൻ 211 സ്പെസിഫൈ ചെയ്തിരിക്കുന്ന ഡ്യൂ ഡേറ്റ്സിൻ്റെ കേസും നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ആൻഡ് ഈ അസസി ഈ ഡ്യൂ ഡേറ്റിന് ഈ അഡ്വാൻസ് ടാക്സിൻ്റെ ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ പേയ്മെൻറ്റ് നടത്തുന്നില്ല, ഹി ഫെയിൽസ് ടു പേ ദ എമൗണ്ട്, ദെൻ ദ അസസി ഈസ് ഡീംഡ് ടു ബി ഇൻ ഡീഫോൾട്ട്. ഓക്കെ, ആൻഡ് ദ സെക്കൻഡ് സിറ്റുവേഷൻ ഈസ് വെൻ ദ അസസി ഡസ് നോട്ട് ഓൺ ഓർ ബിഫോർ ദ ഡ്യൂ ഡേറ്റ് സെൻഡ് ടു ദ അസസിംഗ് ഓഫീസർ an intimation that as per his estimate of the current income, the advance tax payable would be less than the amount specified in his order, or does not pay on the basis of his estimate of his current income, the advance tax payable by him. സെക്കൻഡ് സിറ്റുവേഷനിൽ പറയുന്നത് ഇൻ കേസ് അസസിയുടെ കറണ്ട് ഇൻകത്തിൻ്റെ എസ്റ്റിമേറ്റ് പ്രകാരം പേബിൾ ആകുന്ന അഡ്വാൻസ് ടാക്സിൻ്റെ എമൗണ്ട് അസസിംഗ് ഓഫീസർ ഇഷ്യൂ ചെയ്യുന്ന ഓർഡറിൽ സ്പെസിഫൈ ചെയ്തിരിക്കുന്ന പേബിൾ ആകുന്ന അഡ്വാൻസ് ടാക്സിൻ്റെ എമൗണ്ടിനേക്കാളും കുറവാണ് എങ്കിൽ ഈ കാര്യം ഇൻറ്റിമേറ്റ് ചെയ്തുകൊണ്ട് ഒരു ഇൻറ്റിമേഷൻ അസസി ഡ്യൂ ഡേറ്റിനോ അല്ലെങ്കിൽ ഡ്യൂ ഡേറ്റിന് മുൻപോ അസസിംഗ് ഓഫീസർക്ക് സെൻഡ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അസസി തൻ്റെ കറണ്ട് ഇൻകത്തിൻ്റെ എസ്റ്റിമേറ്റ് പ്രകാരം പേബിൾ ആകുന്ന അഡ്വാൻസ് ടാക്സിൻ്റെ എമൗണ്ട് പേ ചെയ്യുന്നില്ല. അസസിംഗ് ഓഫീസർക്ക് ഇൻറ്റിമേഷൻ സെൻഡ് ചെയ്യാത്ത കേസിലും അതുപോലെ അസസി തൻ്റെ കറണ്ട് ഇൻകത്തിൻ്റെ എസ്റ്റിമേറ്റ് പ്രകാരം പേബിൾ ആകുന്ന അഡ്വാൻസ് ടാക്സിൻ്റെ എമൗണ്ട് പേ ചെയ്യാത്ത കേസിലും ആൻ അസസി ഈസ് ഡീംഡ് ടു ബി ഇൻ ഡീഫോൾട്ട്. ഓക്കെ, നെക്സ്റ്റ് ഹെഡ് ഇസ് credit for advance tax, which comes under section 219 of Income Tax Act 1961. Any sum paid by the assessee as advance tax shall be treated as a payment of tax, and credit therefore shall be given to the assessee in the regular assessment. അതായത് അസസി അഡ്വാൻസ് ടാക്സ് ആയിട്ട് പേ ചെയ്യുന്ന ഏതൊരു സമ്മിൻ്റെയും പേയ്മെൻറ്റ് ഓഫ് ടാക്സ് ആയിട്ട് തന്നെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. ആൻഡ് അസസിക്ക് റെഗുലർ അസസ്മെൻറ്റിൽ ഈ പേയ്മെൻറ്റിൻ്റെ ക്രെഡിറ്റ് നൽകുകയും ചെയ്യുന്നു. അതായത് നമുക്കറിയാം, ആക്ച്വലി ടാക്സിൻ്റെ പേയ്മെൻറ്റ് വരുന്ന ടൈമിന് മുൻപെയാണ് അഡ്വാൻസ് ടാക്സ് പേ ചെയ്യുന്നത്. ഇങ്ങനെ അഡ്വാൻസ് ടാക്സ് ആയിട്ട് ഏതെങ്കിലും സം പേ ചെയ്യുകയാണെങ്കിൽ ആ സമ്മിൻ്റെ പേയ്മെൻറ്റിനെയും ടാക്സിൻ്റെ പേയ്മെൻറ്റായിട്ട് തന്നെ ട്രീറ്റ് ചെയ്തുകൊണ്ട് അതിൻ്റെ ക്രെഡിറ്റ് അസസിക്ക് റെഗുലർ അസസ്മെൻറ്റിൽ നൽകുന്നു. ഓക്കെ,
അടുത്ത ഹെഡ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻട്രസ്റ്റ് ഫോർ ഡിഫോൾട്ട് ഇൻ പേയ്മെൻറ്റ് ഓഫ് അഡ്വാൻസ് ടാക്സ് ആണ്, വിച്ച് കംസ് അണ്ടർ സെക്ഷൻ 234B. അതിൽ വരുന്ന ഫസ്റ്റ് പ്രൊവിഷൻ എന്താണെന്ന് നോക്കാം. ഇഫ് ആൻ അസസി ഹു ഈസ് ലയബിൾ ടു പേ അഡ്വാൻസ് ടാക്സ് അണ്ടർ സെക്ഷൻ 208 ഹാസ് ഫെയിൽഡ് ടു പേ സച്ച് ടാക്സ് ഓർ where the advance tax paid under section 210 is less than 90% of the assessed tax, he shall be liable to pay simple interest at the rate 1% for every month or part of a month. അതായത് സെക്ഷൻ 208 പ്രകാരം അഡ്വാൻസ് ടാക്സ് പേ ചെയ്യാൻ ലയബിൾ ആയ ഒരു അസസി ഈ പറഞ്ഞ അഡ്വാൻസ് ടാക്സ് പേ ചെയ്യുന്നില്ല, ഹി ഹാസ് ഫെയിൽഡ് ടു പേ സച്ച് ടാക്സ്. അല്ലെങ്കിൽ സെക്ഷൻ 210 പ്രകാരം ഈ അസസി പേ ചെയ്ത അഡ്വാൻസ് ടാക്സ് എന്ന് പറയുന്നത് അസസ്ഡ് ടാക്സിൻ്റെ 90%-നേക്കാളും കുറവാണ് എങ്കിൽ ഈ അസസി 1% എന്ന റേറ്റിൽ സിമ്പിൾ ഇൻട്രസ്റ്റ് ഫോർ എവറി മന്ത് ഓർ പാർട്ട് ഓഫ് എ മന്ത് പേ ചെയ്യേണ്ടതാണ്. The interest shall be charged from 1st April next following such financial year to the date of determination of income under section 143 subsection 1. ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുന്ന പീരീഡ് എന്ന് പറയുന്നത് ഏത് ഫിനാൻഷ്യൽ ഇയറിലാണോ ഈ അഡ്വാൻസ് ടാക്സ് പേ ചെയ്യേണ്ടിയിരുന്നത് ആ ഫിനാൻഷ്യൽ ഇയറിനെ ഫോളോ ചെയ്തു വരുന്ന നെക്സ്റ്റ് 1st April മുതൽ സെക്ഷൻ 143 സബ്സെക്ഷൻ 1 പ്രകാരം ഇൻകം ഡിറ്റർമൈൻ ചെയ്യുന്ന ഡേറ്റ് വരെയാണ്. ഈ പറഞ്ഞ പീരീഡിലേക്കാണ് ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുന്നത്. ഓക്കെ, വേർ ദ റെഗുലർ അസസ്മെൻറ്റ് ഈസ് മെയ്ഡ്, ഇൻട്രസ്റ്റ് ഇസ് പേയബിൾ ടു ദ ഡേറ്റ് ഓഫ് സച്ച് റെഗുലർ അസസ്മെൻറ്റ് ഓൺ ആൻ എമൗണ്ട് ഈക്വൽ ടു ദ അസസ്ഡ് ടാക്സ് ഓർ ഓൺ ദ എമൗണ്ട് ബൈ വിച്ച് ദ അഡ്വാൻസ് ടാക്സ് പെയ്ഡ് ആസ് അഫോർസെഡ് ഫോൾസ് ഷോർട്ട് ഓഫ് ദ അസസ്ഡ് ടാക്സ് ആസ് ദ കേസ് മേ ബി. റെഗുലർ അസസ്മെൻറ്റ് നടക്കുന്ന കേസിലാണെങ്കിൽ ഇൻട്രസ്റ്റ് പേയബിൾ ആകുന്ന പീരീഡ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ റെഗുലർ അസസ്മെൻറ്റ് നടക്കുന്ന ഡേറ്റ് വരെയുള്ള പീരീഡ് ആയിരിക്കും. ആൻഡ് ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുന്ന എമൗണ്ട് എന്ന് പറയുന്നത് ഒന്നുകിൽ അസസ്ഡ് ടാക്സിന് ഈക്വലായ എമൗണ്ട് ആയിരിക്കും, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പേ ചെയ്യുന്ന അഡ്വാൻസ് ടാക്സിൻ്റെ എമൗണ്ട് അസസ്ഡ് ടാക്സിൻ്റെ എമൗണ്ടിൽ നിന്നും എത്ര കുറവാണോ ആ കുറവാകുന്ന എമൗണ്ടിലായിരിക്കും, ആസ് ദ കേസ് മേ ബി. Explanation. Assessed tax means the amount of tax as determined under section 143 subsection 1 and where regular assessment is made, the tax on total income as determined under such regular assessment as reduced by tax deducted or collected at source, relief or deduction of tax claimed under various sections like sections 89 or 90 or 90A or 91 and tax credit claimed under section 115JAA or 115JD. നമ്മളിപ്പോൾ ഇവിടെ കുറേ കേട്ടതാണ് അസസ്ഡ് ടാക്സ്. അസസ്ഡ് ടാക്സ് എന്താണെന്ന് നോക്കാം. അസസ്ഡ് ടാക്സ് എന്ന് പറയുന്നത് സെക്ഷൻ 143 സബ്സെക്ഷൻ 1 പ്രകാരം ഡിറ്റർമൈൻ ചെയ്യുന്ന എമൗണ്ട് ഓഫ് ടാക്സ് ആണ്. ആൻഡ് റെഗുലർ അസസ്മെൻറ്റ് നടക്കുന്ന കേസുകളിലാണെങ്കിൽ ഈ പറഞ്ഞ റെഗുലർ അസസ്മെൻറ്റിൽ ഡിറ്റർമൈൻ ചെയ്യുന്ന ടോട്ടൽ ഇൻകത്തിലുള്ള ടാക്സിൽ നിന്നും ഇനി പറയുന്ന എമൗണ്ട്സ് കൂടി ഡിഡക്റ്റ് ചെയ്തതിന് ശേഷം ലഭിക്കുന്ന എമൗണ്ട് ഓഫ് ടാക്സ് ആണ്. ഡിഡക്റ്റ് ചെയ്യുന്ന എമൗണ്ട്സ് എന്ന് പറയുന്നത് ടാക്സ് ഡിഡക്റ്റഡ് ഓർ കളക്റ്റഡ് അറ്റ് സോഴ്സ്, TDSൻ്റെയും TCSൻ്റെയും എമൗണ്ട്, സെക്ഷൻ 89, സെക്ഷൻ 90, സെക്ഷൻ 90A, സെക്ഷൻ 91 തുടങ്ങി വേരിയസ് സെക്ഷൻസ് പ്രകാരം ക്ലെയിം ചെയ്യുന്ന റിലീഫോ ഡിഡക്ഷനോ, ആൻഡ് സെക്ഷൻ 115JAAO, സെക്ഷൻ 115JDO പ്രകാരം ക്ലെയിം ചെയ്യുന്ന ടാക്സ് ക്രെഡിറ്റ്. അപ്പോൾ റെഗുലർ അസസ്മെൻറ്റ് നടക്കുന്ന കേസിൽ അസസ്ഡ് ടാക്സ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ റെഗുലർ അസസ്മെൻറ്റിൽ ഡിറ്റർമൈൻ ചെയ്യുന്ന ടോട്ടൽ ഇൻകത്തിലുള്ള ടാക്സിൽ നിന്നും ഈ പറഞ്ഞ എമൗണ്ട്സ് എല്ലാം ഡിഡക്റ്റ് ചെയ്തതിന് ശേഷം വരുന്ന എമൗണ്ട് ഓഫ് ടാക്സ് ആണ്. ഓക്കെ, we will discuss the balance portion under advance payment of tax in the next lecture. Thank you.